വിഷു വിപണി എന്ന് വെച്ചാൽ തന്നെ പടക്ക വിപണിയാണ്. നമ്മളുള്ളത് പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണയിൽ മോൻസേറിൻ്റെ പടക്കക്കടയിലാണ് നമ്മളുള്ളത്. എല്ലാ തവണയും പോലെ വലിയ തിരക്കാണ് വിഷുവിൻ്റെ തലേ ദിവസം ഇവിടെ അനുഭവപ്പെടുന്നത്. ഇത്തവണ കുറേ പുതിയ ഇനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണെങ്കിലും എന്തൊക്കെയാണ് ഇത്തവണത്തെ സ്പെഷ്യൽ സാധനങ്ങൾ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ചേട്ടാ, എന്തൊക്കെയാണ് ഇത്തവണ സ്പെഷ്യലായിട്ടുള്ളത്? സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പൊതുവെ എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലത്തെയൊക്കെയുള്ള ഐറ്റംസുകളൊക്കെ തന്നെയാണ്. കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസുകൾ ഒരുപാടുണ്ട്. കളർഫുൾ ആയിട്ടുള്ളത് നമുക്ക് ഇത് മൾട്ടി കളറായിട്ടുള്ള മേശപ്പൂ പുതിയ മോഡൽ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് മേശപ്പൂവാണോ? അത് ഇങ്ങനെ മയിലിന്റെ ഇതിൽ വരുന്നുണ്ട്. പീക്കോക്ക്. പിന്നെ മുകളിൽ പോയി പൊട്ടിയിട്ട് ഇങ്ങനെ ഫോഗ് വരുന്ന അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ KGF ഗണ്ണുണ്ട്. ഇതില് 288 ഷോട്ട് പോകത്തില്ല. ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇതൊക്കെ ഇത്തവണത്തെ പുതിയ ഇറക്കുമതിയാവും അല്ലേ? ഇത്തവണ അല്ല, കഴിഞ്ഞ 1-2 കൊല്ലമായിട്ടൊക്കെ ഉള്ളതാണ്. ഇതിനൊക്കെ എങ്ങനെയാ വിലയൊക്കെ വരുന്നത്? ഇതിന് അത്യാവശ്യം വിലയുണ്ട്. ഒരു 1500 രൂപ വിലയുണ്ട്. ഇതിനും അധികം വിലയില്ല, 110 രൂപ അങ്ങനെയൊക്കെയുള്ള. ഇത്തവണയും ഈ കളറാണോ ശബ്ദമാണോ കൂടുതലായിട്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്? രണ്ടുമുണ്ട്. ഈ സൗണ്ടിന്റെ ആളുകൾ സ്ഥിരമായിട്ട് അത് തന്നെയാണ് വാങ്ങാറ്. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള ആളുകളൊക്കെ പിന്നെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. എങ്ങനെയുണ്ട് ഇത്തവണ പുതിയ? ഒരു മാന്യമുണ്ട്. പൊതുവെ കഴിഞ്ഞ 2-3 കൊല്ലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവെ നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, പഴയമാതിരിയുള്ള ഒരു തിരക്ക് കുറവാണ്. എന്നാലും ശരാശരി ആളുകൾ വരുന്നില്ലേ? പിന്നെ ചിലപ്പോൾ ചൂട് കൂടുതലാണ്. വൈകുന്നേരത്തേക്കൊക്കെ, ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിരുന്നു തിരക്കുണ്ടായിരുന്നത്. ഈ ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കാം, അവരൊക്കെ എങ്ങനത്തെയൊക്കെ ആണ് വാങ്ങുന്നത് എന്നുള്ളതൊക്കെ. ചേട്ടാ, വാങ്ങിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞില്ല, തുടങ്ങിയുള്ളൂ. ഏതൊക്കെ ഇനത്തിന് അധികം പ്രാധാന്യം കൊടുക്കുക? ശബ്ദത്തിനാണോ അതോ? കുട്ടികൾക്ക് കളറും ഫാൻസി സാധനങ്ങളും, നമുക്ക് പഴയ രീതി തന്നെ. ഓലപ്പടക്കം മുതൽ പാല എല്ലാം തന്നെ. ഇതിപ്പോ വൈകുന്നേരം മുതലങ്ങ് തുടങ്ങി, കുറച്ച് ഓൾറെഡി തുടങ്ങി. പിന്നെ നമുക്ക് വിഷുവിന്റെ തലേദിവസം പർച്ചേസ് വേണമല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാ. ഒരുവിധമായി എല്ലാം കളറാക്കണല്ലോ. ആഘോഷങ്ങളല്ലേ മലയാളികൾക്ക് പ്രാധാന്യം. ഇത്തവണ കളേഴ്സ്, അതായത് കത്തിക്കൽ സാധനങ്ങൾക്കാണ് കൂടുതലായിട്ട് ഇതാക്കുന്നത്. അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികളാ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ കത്തിക്കലാണ് കൂടുതൽ. കളറാണ്, കളർ തന്നെയാണ്. പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പൂ, ആ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും ഉണ്ട്. പിന്നെ എന്താണെങ്കിലും വലിയ തിരക്ക് ഈ തലേ ദിവസമായതുകൊണ്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞോ? അല്ല, എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ തവണ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്? സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഇവിടെ ഉള്ളതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശബ്ദത്തിനാണോ വർണ്ണത്തിനാണോ പ്രാധാന്യം? വർണ്ണത്തിനാണ്. സേഫ്റ്റിയാ പ്രധാനം. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴേ അവർക്കൊക്കെ താല്പര്യം അതിനോടാണ് കൂടുതൽ. ഒക്കെയാണ്. എന്താണെങ്കിലും പുതിയ ഇനങ്ങളൊക്കെ വിപണിയിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ആളുകൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്. എന്താണെങ്കിലും വിഷു വിപണി കളർഫുൾ ആക്കാൻ ഉള്ള എല്ലാ ഒരുക്കങ്ങളും ഈ പടക്ക കടയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് വലിയ കുണ്ടൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ എത്രയാണ് വരുന്നത് ചേട്ടാ? വലിയ കുണ്ടിനൊക്കെ ഇതൊക്കെ എത്ര രൂപയാ? വലിയ 40 രൂപ. വലിയ ഇതാണ് വലിയ കുണ്ടല്ലേ? ഉണ്ട്. എന്താണെങ്കിലും ഇത്തവണത്തെ വിഷുവും കളർഫുൾ ആകുമെന്ന് ഉറപ്പാണ് അല്ലേ? ആവട്ടെ. പെരിന്തൽമണ്ണയിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.